ശ്രീ ബാഹുലേൻ, ആ കുടുംബം ഇപ്പോൾ എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ അരുണും സൂചിപ്പിച്ചതാണ്, നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നില്ലേ എന്ന് അവരടക്കം വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ കാണുമ്പോൾ ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ളൊരു വലിയ ഞെട്ടലിൽ അങ്ങനെ പറയുന്നൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ നേതാക്കൾ വരുമ്പോൾ അവരോട് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇക്കാര്യങ്ങളൊക്കെ പല ഘട്ടത്തിലും ഈ നേതാക്കളോട് ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാകണം. ഇദ്ദേഹം ആ നിലയിൽ തന്നെ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ടയാളാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം ശ്രീ ബാഹുലേൻ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വന്നത് ഇങ്ങനെയായിരുന്നു. മരണം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത്, തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയും തിരുമല വാർഡ് കൗൺസിലറുമായ തിരുമല അനിലിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു രാജീവ് ചന്ദ്രശേഖർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന അനിൽ വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ്. വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഘാതം സ്വാഭാവികമായും അറിയിച്ചിരിക്കാൻ ഇടയുണ്ടെന്ന് ധരിക്കാം. 2 ദിവസം മുൻപും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ സമയത്ത് മരണവാർത്ത അറിഞ്ഞ് 2 ദിവസം മുമ്പ് എഴുതിയത്. സ്വാഭാവികമായും പത്രക്കാർ അത് ചോദിക്കില്ലേ, നിങ്ങളപ്പോൾ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്, എന്തു പറഞ്ഞു, എന്തെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചോ? അത് ചോദിക്കാൻ കാര്യമുണ്ട്. ഇന്നലെ ആത്മഹത്യാക്കുറിപ്പില്ല ശ്രീ ബാഹുലേൻ, പക്ഷേ ഇന്ന് വന്ന ആത്മഹത്യാക്കുറിപ്പ് ആ ചോദ്യത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നില്ലേ? കാരണം അനിൽകുമാർ എഴുതുന്നത് എന്താണ്, ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ സുഹൃത്തുക്കളോട് ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്, പോലീസിലേക്ക് മൊഴി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, നേതാവായിട്ടുള്ള ഒരാൾ, സ്വാഭാവികമായും ഈ നമ്മുടെ ആൾക്കാരെ ഒരുപാട് സഹായിച്ച ഒരാൾ സ്വാഭാവികമായും അതിലൂടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എത്തിപ്പെട്ടാൽ ശ്രീ ബാഹുലേൻ, ഇതുപോലൊരു നേതാവ് പാർട്ടിയുടെ സഹായം തേടാൻ വലിയ സാധ്യതയില്ലേ? അതുകൊണ്ടാണോ ആ കുടുംബം ആ കരഞ്ഞു കലങ്ങി ഇരിക്കുമ്പോഴും പറഞ്ഞത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തല്ലോ എന്ന്, അല്ലെങ്കിൽ ആ മട്ടിൽ പറയേണ്ടി വരുന്നത് പറഞ്ഞത് അതുകൊണ്ടാവുമോ? തീർച്ചയായിട്ടും കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നത് രാജീവിനെ കണ്ടപ്പോൾ രാജീവിൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് കാണണം ഈ പാവം അനിൽകുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജീവ് കൈമലർത്തി കാണും. കൈമലർത്തിയ കാര്യം കണ്ണുനീരോടുകൂടി ഭാര്യയോട് പറഞ്ഞു കാണും. തീർച്ചയാണ് കാര്യം. ആ സാഹചര്യം അതാണ് വെളിവാക്കുന്നത്. എന്നിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം അനിൽകുമാറിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഈ പറയുന്ന ഈ ക്ഷുഭിതരായവരും ചിരിച്ചു കളിച്ച് നിന്നവരും ആരും പങ്കെടുത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയാണോ? ആകെ പങ്കെടുത്തത് ആ മുരളീധരൻ മാത്രമാണെന്നാണ് ഞാൻ അറിഞ്ഞത് ശവസംസ്കാര ചടങ്ങിന്. അത് ശരിയാണോ? എന്നിട്ട് ഈ അനിൽകുമാറിനെ എൻ്റെ മുകളിൽ ഉത്തരവാദിത്വം മുഴുവൻ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. വളരെ കഷ്ടമാണ് ഈ കാര്യം. കേരളം ലജ്ജിക്കണം. ഒന്നാമത്തെ കാര്യം, അഴിമതി കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു ഇതാണ് സൊസൈറ്റികളെല്ലാം അവരുടെ. വെങ്ങാനൂർ സൊസൈറ്റിയിൽ വെങ്ങാനൂർ സതീഷ് അന്വേഷണം നേരിടുന്നു. അവിടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. തിരുവിതാംകൂർ ബാങ്ക് പൊളിഞ്ഞ് പാളിഷായി. പിന്നെ അവരുടെ ഇവിടെ തിരുവനന്തപുരം 2-3 ബാങ്ക് പൊളിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാം BJP ആണ്. എന്നിട്ട് പോക്കറ്റ് കളിക്കാർ ഓടുമ്പോൾ പിറക്ക് വഴി പിടിച്ചോ എന്ന് പറഞ്ഞ് ഓടുമ്പോഴാണ് ഇവരുടെ പരിപാടി. എവിടെയെങ്കിലും ഏതെങ്കിലും സൊസൈറ്റിയിൽ ചെറിയത് വന്നാൽ പിന്നെ അവർ ലോകം മുഴുക്ക. അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്, കേന്ദ്രമന്ത്രി. എല്ലാ കടവും തീർത്തു കൊടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. വരട്ടെ. ഇവർ 2.5 കോടി രൂപയാണ് ഒരു മാസം അവരുടെ പാർട്ടി ഓഫീസിൻ്റെ ചെലവ്. 2.5 കോടിയാണ്. ഈ പറയുന്ന രാജീവ് തന്നെ 100 കണക്കിന് കോടി സ്വത്തുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ 4 കോടി 10 ലക്ഷം രൂപ വളരെ നിസ്സാരമായി കൊടുക്കാൻ കഴിയും. ഒരു രോമം കൊഴിയുന്ന ലാഘവത്തോടെ കൊടുക്കാൻ കഴിയും. എന്തുകൊണ്ടത് ചെയ്തില്ല? അവിടെയാണ് മനുഷ്യത്വത്തിൻ്റെ കണിക ഇവർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്.